ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എറർ കാൽക്കുലസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേസമയം നമ്മൾ വർക്ക് എനർജിയിൽ സ്പ്രിങ്ങിന്റെ കോമ്പിനേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിന്റെ പാരലൽ കോമ്പിനേഷന്റെ ഒരു കോൺസെപ്റ്റ് കൂടി അവിടെ കയറി വരുന്നുണ്ട്. എനിവേ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. In an experiment, the values of two spring constants were measured as K1 equal to 10 plus or minus 0.2, K2 equal 20 plus or minus 0.2. അപ്പോൾ രണ്ട് സ്പ്രിങ്ങുകൾ ഉണ്ട് അല്ലേ. ആ രണ്ട് സ്പ്രിങ്ങിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റന്റ് നമ്മൾ മെഷർ ചെയ്തു വിത്ത് എറർ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് താഴെ സ്പ്രിങ് കോൺസ്റ്റന്റ് K1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അതിൽ വരാവുന്ന മാക്സിമം എറർ ഡെൽറ്റ K1 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഓക്കെ, രണ്ടാമത്തെ ആളെ സ്പ്രിങ് കോൺസ്റ്റന്റ് മെഷർ ചെയ്തപ്പം അതിൻ്റെ ട്രൂ വാല്യൂ 20 ആണ്. അവിടെ വരാവുന്ന മാക്സിമം എറർ എത്രയാണ്? 0.3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്പ്രിങ്ങുകൾ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ പെർസെൻറ്റേജ് എറർ ഇൻ ദി ഇക്വലന്റ് സ്പ്രിങ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ അതാ ഇക്വലന്റ് സ്പ്രിങ് കോൺസ്റ്റന്റ് K ഇക്വലന്റ് ആണെങ്കിൽ അല്ലേ, പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഡെൽറ്റ K ഇക്വലന്റ് ബൈ K ഇക്വലന്റ് ഇൻറ്റു 100, അത്രയും പെർസെൻറ്റേജ്. ഇത് എത്രയെന്നല്ലേ ഈ ക്വസ്റ്റ്യൻ അല്ലേ. അതിന് നിങ്ങൾക്കറിയാം K ഇക്വലന്റ് കാണാനുള്ള ഇക്വേഷൻ്റെ പാരലൽ ആണെങ്കിൽ K1 പ്ലസ് K2 അല്ലടാ, ശരിയാണോ? അപ്പൊ K ഇക്വലന്റ് K1 പ്ലസ് K2 ആണെങ്കിൽ ഇതാ ഡെൽറ്റ K ഇക്വലന്റ് കാണാൻ ഡെൽറ്റ K1 പ്ലസ് ഡെൽറ്റ K2 അല്ലേ അല്ലേ. ഈ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡെൽറ്റ K ഇക്വലന്റ് കാണാം, K ഇക്വലന്റ് കാണാം അല്ലേ. എന്നിട്ട് ഇതാ ഇത് ഇക്വേഷൻ എടുത്താൽ പോരെ അല്ലേ. അപ്പൊ ഇതാ നിങ്ങൾ നോക്ക്, K ഇക്വലന്റ് എത്രയും നോക്കടാ. ഇതാ K ഇക്വലന്റ് ഈക്വൽ ടു അല്ലെ, K ഇക്വലന്റ് ഈക്വൽ ടു K1 പ്ലസ് K2 അല്ലേ. K1 പ്ലസ് K2 ആണ്. അത് 10 പ്ലസ് 20 ആണ്, 30 എന്ന് വരും. ശരിയാണോ? ഇനി ഡെൽറ്റ K ഈക്വലന്റ് ദാ ഈക്വേഷൻ ഡെൽറ്റ K1 പ്ലസ് ഡെൽറ്റ K2 അല്ലേ, 0.2 പ്ലസ് 0.3, അത് 0.5 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മളോട് പെർസെൻറ്റേജ് എററിനെ ചോദിച്ചിരിക്കുന്നത് ഇത് കണ്ടാ പോരെ. സോ നമ്മൾ പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു ഡെൽറ്റ K ഈക്വലന്റ് ബൈ K ഈക്വലന്റ് ഇൻറ്റു 100 അല്ലേ. ആ ഡെൽറ്റ K ഈക്വലന്റ് എത്രയാ? 0.5 ആണ്, ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 അല്ലേ. അപ്പം നമുക്കത് 50 ഡിവൈഡ് ബൈ 30 എന്ന് വരും, ഓർ ഇറ്റ് ഈസ് 5/3 അല്ലേ. ആ 5/3% ആണ്, ഒരു ഇത്രയും പെർസെൻറ്റേജ് അല്ലേ ആൻസർ അല്ലേ. 5/3 എന്ന് പറയുന്നത് എത്രയാ? 1.6 സംതിങ് അല്ലേ അല്ലേ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, 1.67% ആൻസർ വരും. ഓക്കെ.